വന്നിട്ടുള്ളത്. നമ്മളുടെ ഈ സ്ഥലത്തെ ഈ പൂക്കൾ വെച്ചിട്ട് അലങ്കരിച്ചിരിക്കുന്ന പോലെ ഇത്ര സുന്ദരമാക്കിയ നമ്മുടെ ശശി ചേട്ടനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ശശി ചേട്ടനെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം ശശി ചേട്ടൻ ടു ദ വ്ളോഗ്. ശശി ചേട്ടാ, ഇത്ര മനോഹരമായി ഞങ്ങളുടെ ഈ സ്ഥലത്തിനെയൊക്കെ മാറ്റുമ്പോൾ ഈ പൂക്കളെയൊക്കെ ഈ ഒരു സൈഡിൽ മഞ്ഞപ്പൂക്കളും ഒരു സൈഡിൽ ഓറഞ്ച് പൂക്കളും ഒക്കെ ആയിട്ട് ഇത്ര സുന്ദരമാക്കി ഈ സ്ഥലത്തിനെ മാറ്റിയല്ലോ. അപ്പോൾ ഇത്രയും നാളും ചേട്ടൻ അങ്ങനെ പൂക്കൃഷി ചെയ്ത് കണ്ടിട്ടില്ലല്ലോ. ഈ വർഷം എന്താണ് പൂക്കൃഷി തന്നെ ചെയ്യാമെന്ന് ചേട്ടൻ പൂക്കൃഷി തിരഞ്ഞെടുത്തത്? ഞാൻ പൂക്കൃഷി ചെയ്യുന്ന ഈ വർഷമല്ല, ഞാൻ ഇതിന് മുന്നേ 3 വർഷമായിട്ട് ഞാൻ പൂക്കൃഷിയുണ്ട്. വേറെ സ്ഥലത്തായിരുന്നു. ഈ വർഷമാണ് ഇവിടെ ഞാൻ പൂക്കൃഷി തുടങ്ങിയത്. നമ്മുടെ കൃഷി ഓഫീസും പഞ്ചായത്തിൻ്റെയും പൂർണ്ണ സപ്പോർട്ട് കൊണ്ടുപോകാം. ഇപ്പം അവർ ഈ പൂക്കൃഷി സ്കീം ഉണ്ടാക്കി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആളനുസരിച്ച് കിട്ടിയില്ല, ഞാൻ ചെയ്യുന്നതെന്നാണ് ഇവർ വന്ന് പൂക്കൃഷിക്ക് നമ്മളെ നിർബന്ധിച്ച് ചെയ്യിച്ചാണ്. ഇവിടെ തന്നെ ഉദ്ദേശമല്ല, നമ്മളിത് ഓണത്തിന് നമ്മുടെ സ്കൂളുകളിലും ഇങ്ങനെയുള്ള കോളേജിലും ഒക്കെ ഉള്ള പൂക്കളത്തിന് ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ. എന്നുവെച്ചാൽ ഓപ്പൺ മാർക്കറ്റ് ചെയ്തിന് വലിയ മാർക്കറ്റൊന്നും ഇല്ല. പൂക്കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പൂക്കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ നിലം ഒരുക്കുമ്പോൾ തൊട്ട് നമ്മളിത് ശ്രദ്ധിക്കണം. ആദ്യം നിലം നമ്മളത് ചുമ്മായിട്ട് നിലം സംരക്ഷിക്കണം. അത് കഴിഞ്ഞ് തൈകൾ നല്ല ഹൈബ്രിഡ് തൈകൾ നമ്മൾ നേരത്തെ ഇത് പാകി ട്രെയിൽ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് കഴിഞ്ഞാൽ 28 ദിവസം ആവുന്ന തൈയാണ് നമ്മളിവിടെ കൊണ്ട് പറിച്ച് വെക്കുന്നത്. ആ തൈ നമ്മൾ പൂവാനായിട്ട് 1 മാസം, കൃത്യം 1 മാസം കൊണ്ട് മുട്ടാവും. 15 ദിവസം കൊണ്ട് ആ മുട്ട് വിരിഞ്ഞ് പൂ എടുക്കാൻ പാകമാവും. അത് ഈ ഓണത്തെ അനുബന്ധിച്ച് മുന്നോട്ട് നമ്മളത് ചെയ്താണ് തൈകൾ നഴ്സറി കെട്ടുന്നത്. ഇതിന് നല്ല രീതിയിലുള്ള സംരക്ഷണം കിട്ടണം. വളം 3 വളം ചെയ്യണം. എന്തെങ്കിലും കേട് കണ്ടാൽ മരുന്നടിക്കണം. എങ്കിൽ മാത്രമേ ഇത് പൂക്കൾ ഒരുപോലെ പൂവാവത്തുള്ളൂ. ചേട്ടൻ എത്ര നാളുകൊണ്ട് ഇത്രയും നല്ല പൂക്കൾ ഇത് ഇപ്പം ഞാനിത് നഴ്സറി കിട്ടിയ തൊട്ട് ഇപ്പം ഇത് 75 ദിവസമായ തൈകളാണ് ഈ പൂ ഇപ്പം ഇതുപോലെ പൂവായി നിൽക്കുന്നത്. 75 ദിവസം 28 ദിവസം ട്രേക്കകത്ത് അരിയിട്ട് കിളിപ്പിക്കുക. അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഇവിടെ കൊണ്ട് പറമ്പിൽ കൊണ്ട് കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ 1 മാസം കൊണ്ട് മുട്ടാവും. 30 ദിവസം. ആ 30 ദിവസം കഴിഞ്ഞ് 15-ാം ദിവസം ആ മുട്ട വിരിഞ്ഞ് ഇത്രയും പാകത്തിന് പൂവാകും. ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയത് ഏത് കൃഷിയോട്? ഞാൻ പല കൃഷി ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് ഏറ്റവും ഇഷ്ടം കൂടിയ കൃഷി എന്ന് പറയുന്നത് നെൽകൃഷിയാണ്. അത് കഴിഞ്ഞ് പിന്നെ പൂക്കൃഷി, പിന്നെ പച്ചക്കൃഷി എല്ലാം ഞാൻ ഇവിടെ തന്നെ എല്ലാ കൃഷികളും നമുക്കുണ്ട്. എങ്കിൽ തന്നെ എനിക്ക് എള്ളി കഴിഞ്ഞാൽ പൂക്കൃഷിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൃഷി. എന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മളൊരു 2 മാസത്തെ ഇതിൻ്റെ വളർച്ച കൊണ്ട് നമുക്ക് മുട്ടാകുന്നതും പൂവാകുന്നതും പൂക്കൾ ആൾക്കാർ വന്ന് നമ്മളോട് പൂ വന്ന് ഓർഡർ തരുന്നതും ഇതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഈ കൃഷി നെല്ല് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പൂക്കൃഷിയാണ്. നെല്ല് ആണ് എൻ്റെ മെയിൻ കൃഷി. ചേട്ടാ, സാധാരണ തമിഴ്നാട്ടിൽ നിന്നാണല്ലോ കേരളത്തിലെ ഓണത്തിൻ്റെ പൂക്കളൊക്കെ കൊണ്ടുവരിക. അപ്പം അവിടുന്ന് കൊണ്ടുവരുന്ന പൂക്കളിൽ കൂടുതൽ കുറേ കീടനാശിനികളും പദാർത്ഥങ്ങളും ഒക്കെ ഉണ്ടെന്ന് അറിയുന്നുണ്ടല്ലോ. അപ്പം ഈ പൂക്കളും അങ്ങനെ തന്നെയാണുള്ളത്? ഈ പോലെ 100% ജൈവ കൃഷി, ചാണകം, കാണസ്ലറി അങ്ങനെയുള്ളത് മാത്രം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന കൃഷികളാണ്. അത് രാസവളങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇതിന് ഈ സൂഡോമോണസ് അങ്ങനെയുള്ള ലായനികൾ കലക്കി വെച്ചാണ് ഇതിൻ്റെ കേടുകളെല്ലാം നിയന്ത്രിക്കുന്നത്. ഇത് ഒരു കേട്, ഒരു വാട്ടിൽ അങ്ങനെയുള്ള ഒരു രോഗങ്ങളുമില്ല. ഈ രാസകീടനാശിനിയോ അല്ല മറ്റുള്ള കീടനാശിനിയോ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പൂക്കൾക്കെല്ലാം കേട് വരാണ്. ഇതിന് കേടുകളും ഇല്ല. അതുപോലെ തന്നെ ഈ പൂക്കൾ നമ്മുടെ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈയിൽ വിഷാംശത്തിനില്ലാത്തതുകൊണ്ട് നമ്മുടെ കൈകൾ പൊട്ടല്ല. ഇപ്പം തമിഴ്നാട്ടിൽ വരുന്ന പൂക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയെ പറ്റിക്കഴിഞ്ഞാൽ രാസവസ്തു മുഴുവൻ തൊലി പോകും. ഈ പൂക്കൾക്ക് ഒരു കുഴപ്പമില്ല. ഇത് കൈയെ പറ്റിയെന്ന് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. ശശിചേട്ടനെ പരിചയപ്പെടാൻ വേണ്ടി എൻ്റെ കസിൻ പൊന്നും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഹായ് പറയൂ. ചേട്ടാ, ഒരു കൃഷിക്കാരൻ എന്ന നിലയിൽ ചേട്ടന് കുറേ കൃഷികൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിയത് ഈ പൂക്കൃഷിയാണോ അതോ മറ്റേതെങ്കിലും കൃഷികളാണോ? ഏറ്റവും കൂടുതൽ ലാഭമായി ചേട്ടന് തോന്നിയത് ഏതാണ്? ലാഭമായി തോന്നിയതെന്ന് പറഞ്ഞാൽ ഈ കൃഷി ചെയ്യുന്നതിൻ്റെ ഈ വിളകൾക്ക് ഓരോ ദൈർഘ്യങ്ങളുണ്ട്. ഇതൊക്കെ 2 മാസം 3 മാസം കൊണ്ട് വിളകൾ ആദായം കിട്ടുന്നതാണ്. മറ്റുള്ള കൃഷികളൊക്കെ ദൈർഘ്യം കയറിയ കൃഷികളാണ്. ഇത് നല്ല രീതിയിൽ ചെടികളെ പരിപാലിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കാം. മാർക്കറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതാണ് നമ്മൾ ഈ കൃഷിയെ നമ്മൾ എല്ലാവരും തിരിയുന്നത്. ഇത്
മാർക്കറ്റിങ്ങിൻ്റെ ഒരു അഭാവം കൊണ്ടാണ് ഈ എല്ലാവരും ഈ പൂക്കൃഷി പലരും കഴിഞ്ഞ 2 വർഷമായിട്ട് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും പുറകോട്ട് പോയിരിക്കുന്നത്. വിപണനമില്ല. ഈ സീസണിൽ ഈ ഒരാഴ്ച 8 ദിവസത്തെ കച്ചവടം കൊണ്ടൊന്നും മുതലാകത്തില്ല. ഇതിന് വിപണനം ഉണ്ടെങ്കിൽ നമുക്ക് ലാഭകരമായ ഈ ഏറ്റവും കുറച്ച് നമുക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു കൃഷിയാണ് ലിഞ്ചി. ചേട്ടാ, പുതിയതായിട്ട് കൃഷിയിലേക്ക് കിടക്കുന്ന കർഷകന്മാർക്ക് ചേർന്ന് കൊടുക്കാനുള്ള നിർദ്ദേശം എന്താണ്? പുതിയതായിട്ടൊരു കൃഷിയിലേക്ക് പൂക്കൃഷിയിലേക്ക് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറയാനുള്ള ഏറ്റവും വലിയ നമ്മൾ സ്ഥലം തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം ചെയ്യണം. സ്ഥലം ലെവലായിരിക്കണം. ജലസേചന സൗകര്യം വേണം. ഇതിന് ഇപ്പോൾ ഈ വർഷത്തെ സീസണിൽ പറഞ്ഞാൽ നമുക്ക് നല്ല മഴ കിട്ടുകൊണ്ടല്ല, അല്ലെങ്കിൽ ഇതിന് എല്ലാ ദിവസങ്ങളും 2 നേരം നനയ്ക്കേണ്ടതാണ് ചെടി. എങ്കിലേ ചെടിക്ക് പൂർണ്ണ വളർച്ച കിട്ടുകയുള്ളൂ. എങ്കിലേ നമ്മൾ ഈ 1 മാസം കൊണ്ട് ഈ പൂ മൊട്ടാകുകയും ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതുപോലെയുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കണം. ജലസേചന സൗകര്യം വേണം. അങ്ങനെയുള്ള പിന്നെ വിപണന മേഖലയിലെ കണ്ടു വേണം നമ്മൾ കൃഷി ഇറക്കാനായിട്ട്. ഓണത്തിന് നമ്മൾ ഇത് വിളവ് എടുക്കുന്ന രീതിയിൽ ആ ദിവസം മുന്നോട്ട് കണക്ക് കൂട്ടുകയാണ് നമ്മൾ കൃഷി രീതി ഇറങ്ങാനായിട്ട്. ഞങ്ങളുടെ ഈ പുതുതലമുറയ്ക്ക് ഇത്രയും കൃഷിയെ പറ്റി അറിവ് പകർന്നു എന്ന ചേട്ടൻ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദിയും ഓണാശംസകളും നേർന്നുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. തിരുവോണത്തേരിലേറി പൊൻകണിയായി വരുമോ? തിരുമുറ്റം പൂക്കളായി